ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. RRBJയുടെ നോട്ടിഫിക്കേഷൻ വരികയും അതുമായി ബന്ധപ്പെട്ട ഒത്തിരി വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുകയുണ്ടായി. ഇത് RRBJയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ അപ്ഡേറ്റ് നിങ്ങൾക്ക് തരുവാൻ വേണ്ടിയാണ്. പഠിക്കാൻ തുടങ്ങി കാണും എല്ലാവരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം എന്നൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും നമ്മൾ ഒന്ന് അനാലിസ് ചെയ്യാൻ പോകുന്നത് കട്ട് ഓഫ് ആണ്. അതായത് RRBJയ്ക്ക് പല RRBകൾ ഉള്ളത് കൊണ്ട് തന്നെ പല RRBകളുടെ കട്ട് ഓഫുകളുണ്ട്. നമ്മൾ പ്രധാനമായിട്ട് ഒരു 3 RRBകളെ എടുത്തിട്ടാണ് അതിൻ്റെ കട്ട് ഓഫ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അതിനൊപ്പം തന്നെ ചില അഡ്വൈസ് കൂടി തരികയാണ്. അതായത് കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു മായാജാലത്തിൽ വീണ് പോകരുത് എന്നൊരു അഡ്വൈസ് കൂടി നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ നമുക്ക് കണ്ടന്റിലേക്ക് പോകാം. ഇത് നമ്മൾ RRBG ബാംഗ്ലൂർ റീജിയനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കട്ട് ഓഫ് ആണ്. കഴിഞ്ഞ വർഷത്തെയാണ്, 2019 ഓർക്കണം. 19 കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ അതിനുശേഷം വലിയ സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൊറോണ വന്നു, പിന്നീട് പല പരീക്ഷകളും നടന്നിട്ടില്ല. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം നടന്നിരിക്കുന്ന ഒരു കട്ട് ഓഫ് ആണ്. ഇനി കാണുന്ന കട്ട് ഓഫ് എന്താണ്? ആരും എഴുതി മേടിച്ച മാർക്കല്ല. എഴുതി മേടിച്ച മാർക്കിൽ നിന്ന് ചില മാർക്കുകൾ കുറഞ്ഞിട്ടുണ്ടാവും, ചില മാർക്കുകൾ കൂടിയിട്ടുണ്ടാവും. അതായത് നോർമലൈസേഷൻ എന്ന് പറയുന്നൊരു നടപടി എന്ത് ചെയ്യുന്നുണ്ട്? CBT എക്സാമുകളെല്ലാം നടക്കുന്നുണ്ട്. RRBയിൽ മാത്രമല്ല, വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിൽ നടക്കുന്ന എല്ലാ പരീക്ഷകളിലും ഇത് ബാധകമാണ്. കാരണം പല പരീക്ഷകളും ഡിഫിക്കൽട്ട് ആവും, പല പരീക്ഷകളും എളുപ്പമാവും. അപ്പം അതിന് ആനുപാതികമായിട്ട് RRB തന്നെ, അല്ലെങ്കിൽ നടത്തുന്ന ഏജൻസി ഏതാണോ ആ ഏജൻസി തന്നെ എന്ത് ചെയ്യും? ഈ മാർക്കിനെ നോർമലൈസ് ചെയ്യും. അങ്ങനെ നോർമലൈസ് ചെയ്യുന്ന മാർക്കുകളാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടാവും ഓരോരോ വിഷയങ്ങൾക്കും സെപ്പറേറ്റ് ആയിട്ട് വന്നിരിക്കുന്ന കട്ട് ഓഫ്. അതായത് ഓരോരോ കാറ്റഗറിയിലും 52 മുതൽ ഏതാണ്ട് 70-76 വരെയുള്ള കട്ട് ഓഫുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, RRBJയ്ക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള പോസ്റ്റുകളിൽ, അതായത് 1 മുതൽ 69 വരെയുള്ള കാറ്റഗറികളിൽ വ്യത്യസ്ത കാറ്റഗറികളിൽ എന്ത് വന്നു? വ്യത്യസ്തങ്ങളായിട്ടുള്ള നമ്പർ വന്നിട്ടുണ്ട്. അതായത് RRBJയിലെ ഓരോരോ പോസ്റ്റുകൾക്ക് നമ്മൾ നോട്ടിഫിക്കേഷനിൽ പറയുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രിഫറൻസ്, നിങ്ങൾ കൊടുക്കുന്ന പ്രിഫറൻസിൽ ഓരോ പോസ്റ്റുകൾക്ക് ഓരോ കട്ട് ഓഫുകളാണ് RRBJE വന്നിരിക്കുന്നത്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? ആ പോസ്റ്റിന്റെ വേക്കൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഒപ്പം തന്നെ ആപ്ലിക്കൻസിന്റെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇനി ആ പരീക്ഷയുടെ ഡിഫിക്കൽട്ടി ലെവൽ, ഡിഫറൻറ്റ് എക്സാമുകളിൽ കാട്ടിയിരിക്കുന്ന ഡിഫറൻറ്റ് ഡിഫിക്കൽട്ടി ലെവലുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു ഘടകം വന്നിരിക്കുന്നത്. അപ്പം ഈ CBT 1ന്റെ ഒരു പ്രത്യേകത ഉണ്ട്. CBT 1 എന്താണ്? എല്ലാവർക്കും കോമൺ ആയിരിക്കും. എല്ലാവരും എഴുതുന്ന ഒരേ പ്ലാറ്റ്ഫോമിൽ തന്നെയായിരിക്കും. അതായത് ഒരേ സിലബസ് തന്നെയാണ് അവരുടെ മുമ്പിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പരീക്ഷ എഴുതുന്നവരും ഫേസ് ചെയ്യുന്നത് ഒരേ രീതിയായിരിക്കും. ഇനി ഇതിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വേക്കൻസിയുടെ 15 ഇരട്ടിയായിരിക്കും. അതായത് 100 പേരെ വേണമെങ്കിൽ 100 × 15 എന്നൊരു പ്രപ്പോർഷൻ എടുത്തിട്ടായിരിക്കും അവർ റിക്രൂട്ട് ചെയ്യുന്നത്. അതിനകത്ത് എല്ലാ മാനദണ്ഡങ്ങളും ഉണ്ടാവും. അതായത് റിസർവേഷന്റെ മാനദണ്ഡങ്ങൾ എല്ലാം തന്നെ പാലിച്ചുകൊണ്ടായിരിക്കും അവർ ഈ ഒരു നമ്പറിൽ ഇടുന്നത്. ഓക്കെ, നമ്മൾ കണ്ടു കഴിഞ്ഞു. ഏതാണ്ട് ബാംഗ്ലൂരിന്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ചിലയിടത്ത് 50 വരുന്നുണ്ട്, ചിലയിടത്ത് 79 വരുന്നുണ്ട്. അപ്പം 50 ആയാലും 79 ആണെങ്കിലും ഇവിടെ എന്തുണ്ട്? 50-കാരനും കയറും. ഈ 79-കാരന്റെ പ്രത്യേക എന്തെങ്കിലും അഡ്വാൻറ്റേജോ 50-കാരന് പ്രത്യേകിച്ച് ഡിസഡ്വാൻറ്റേജോ ഇവിടെ വരുന്നില്ല. കാരണം ഇതൊരു എലിമിനേഷൻ എക്സാം മാത്രമാണ്. അതായത് ഈ 50 മാർക്കിന് മുകളിലോട്ട് എത്ര മാർക്ക് നേടിയാലും നിങ്ങൾക്ക് എന്ത് പറ്റും? നിങ്ങൾക്ക് ഈ ലിസ്റ്റിലേക്ക് കയറാൻ പറ്റും എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. അതായത് പ്രത്യേകിച്ച് ഒരു മാർക്കിന്റെ കൂടുതൽ, ഒരു വലിയ മാർക്ക് കിട്ടി എന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തില്ല? പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഒന്നും ഇവിടെ കിട്ടുന്നില്ല. കാരണം ഇത് റാങ്കിന് പരിഗണിക്കുന്നില്ല. അതിന് CBT 2 ആണ് അതിന്റെ മാനദണ്ഡം. ഇനിയും RRBയുടെ കട്ട് ഓഫ് ചെന്നൈ റീജിയനിലേക്ക് മാറുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് 66, 61, 64, 74, 70. നമ്മൾ ആദ്യം കണ്ട അതേ കട്ട് ഓഫിന്റെ സമാനമായിട്ടുള്ള ശരാശരി കട്ട് ഓഫ് തന്നെയാണ്. ഡിപ്പെൻഡ് അപ്പോൺ എന്താണ്? വേക്കൻസികളിൽ വലിയ വ്യത്യാസമുണ്ട് രണ്ടിടത്തും എല്ലാ സമയവും. പക്ഷേ എന്നിരുന്നാലും കട്ട് ഓഫ് ഒക്കെ ഏറെക്കുറെ എന്താണ്? ഒരേ മാനദണ്ഡത്തിൽ തന്നെയായിരിക്കും വരുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്? വ്യത്യസ്തങ്ങളായിട്ടുള്ള എക്സാമുകളാണെങ്കിൽ പോലും, വ്യത്യസ്തങ്ങളായ റീജിയനിലാണെങ്കിൽ പോലും കട്ട് ഓഫ് ഏറെക്കുറെ സെയിം തന്നെയാണ്. അപ്പോൾ അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞത് തന്നെയാണ്. എന്താണ്? നോർമലൈസേഷൻ എന്ന് പറയുന്നൊരു വലിയ ഘടകം ഇതിനകത്തുണ്ട്. അപ്പോൾ നോർമലൈസേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതൊരു വലിയ ക്രൈറ്റീരിയ ആയിട്ട് കരുതണ്ട. അപ്പോൾ പറഞ്ഞു വന്ന എത്രയേ ഉള്ളൂ, RRBJE എന്ന് പറയുന്ന ഒരു പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് ബേസ് ചെയ്താവരുത് നിങ്ങളുടെ പ്രിപ്പറേഷൻ. കാരണം കട്ട് ഓഫിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഒരു സിംഗിൾ എക്സാം അല്ല, മൾട്ടിപ്പിൾ ആയിട്ടുള്ള എക്സാമുകളാണ്. അപ്പോൾ ഓരോ പരീക്ഷയ്ക്കും എന്തുണ്ട്? ഓരോ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിഫിക്കൽട്ടി ലെവലുകൾ ഉണ്ടാവും. അതനുസരിച്ച് അവരാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ പരീക്ഷയിൽ നിങ്ങളല്ല ഡിഫിക്കൽട്ടി തീരുമാനിക്കുന്നത്, മറിച്ച് ഓവറോൾ കിട്ടിയ മാർക്കുകളെ അനാലിസിസ് ചെയ്തുകൊണ്ട് RRB ആണ് തീരുമാനിക്കുന്നത് ഈ പരീക്ഷ ഡിഫിക്കൽട്ട് ആണോ അല്ലയോ എന്നതുകൊണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമല്ല.
നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ സിലബസ് ഓറിയന്റഡ് ആയിട്ട് ചെയ്തു പോവുക. ഒപ്പം തന്നെ മാക്സിമം ക്വസ്റ്റ്യനുകൾ അറ്റംപ്റ്റ് ചെയ്യുക. ഈ സ്ട്രാറ്റജിയിൽ മറന്നു പോകാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. ഇത് നെഗറ്റീവ് ഉള്ളൊരു എക്സാം ആണ്. മാക്സിമം ക്വസ്റ്റ്യൻ ശരിയാക്കുക എന്നൊരു ലക്ഷ്യമുള്ളപ്പോൾ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എലിമിനേറ്റ് ചെയ്ത് പുറത്തു പോകാതിരിക്കാൻ നിങ്ങൾ നെഗറ്റീവ് മാർക്ക് ഉണ്ടാക്കാതിരിക്കാൻ നോക്കുക. പൊതുവെ ആരും പറഞ്ഞു തരാത്തൊരു കാര്യമാണ്. നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളൊരു എക്സാമിൽ നിങ്ങളെ നെഗറ്റീവ് മാർക്കുകൾ കുറയ്ക്കാൻ ശ്രമിക്കുക എന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തമ ബോധ്യമുള്ള ഉത്തരങ്ങൾ മാത്രം ബബിൾ ചെയ്യുക. സ്പെക്കുലേറ്റ് ചെയ്ത് ബബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം ഇതിനകത്ത് കുറവാണ്. അല്ലെങ്കിൽ അത്രമാത്രം ഷുവർട്ടിയിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഉത്തരം ചെയ്യാൻ പാടുള്ളൂ. കഴിവതും നെഗറ്റീവ് ഉണ്ടാക്കാതിരിക്കുക. കാരണം നിങ്ങൾ കട്ട് ഓഫിനകത്ത് കടക്കണം. പ്രത്യേകിച്ച് നോർമലൈസേഷൻ പോലുള്ള സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ. ഇത് RRBയുടെ തന്നെ സൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നതാണ് ഈ നോർമലൈസേഷൻ എന്ന് പറയുന്ന മാർക്കിന്റെ കാര്യം. അവർ തന്നെ ഓൾറെഡി പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, നിങ്ങളുടെ മാർക്ക് കൂടാനും കുറയാനുമുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതി മേടിക്കുന്ന മാർക്ക് കൂടാനും കുറയാനുമുള്ള സാഹചര്യം നിങ്ങൾക്കുണ്ട്. അപ്പം അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ പരീക്ഷ അപ്രോച്ച് ചെയ്യാൻ. അപ്പം മാക്സിമം സ്കോർ ചെയ്യുക, നെഗറ്റീവ് മാർക്കിങ് കഴിവതും കുറയ്ക്കുക. അതാണ് നിങ്ങളുടെ സക്സസ് റേറ്റിനെ തീരുമാനിക്കുന്നത്. എന്ന് കരുതി ഒന്നും അറ്റംപ്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യരുത്. ഒരു 80 മാർക്ക് കിട്ടത്തക്ക രീതിയിൽ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് നെഗറ്റീവ് വരാതിരിക്കാനുള്ള ഒരു ശ്രമം നടത്തുക. കൃത്യമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തുകൊണ്ട് മാക്സിമം വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, സിലബസ് ബേസ്ഡാണ് നമ്മൾ അതിനെ പറയാൻ പോകുന്നത്. അതായത് CBT 1ന്റെ സിലബസ് ആണ് ഈ കാണുന്നത്. CBT 1ന്റെ സിലബസിൽ നമുക്ക് കാണാൻ പറ്റും മാത്തമാറ്റിക്സ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, ജനറൽ സയൻസ്, ഇങ്ങനെ 4 കാറ്റഗറി ഉള്ളതിൽ ഈ മാത്തമാറ്റിക്സിന്റെയും ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന്റെയും മേഖല എന്ന് പറഞ്ഞാൽ 55 മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ഈ 55 മാർക്ക് വളരെ ചെറിയ മാർക്കല്ല. ഈ 55 മാർക്കിൽ കഴിവതും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ മാർക്ക് കളയാൻ പാടില്ല. മാക്സിമം ഇത് സ്കോർ ചെയ്യാൻ ശ്രമിക്കണം. കാരണം 100% ആക്യുറസി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു മേഖലയാണ് ഈ പറയുന്ന 55 മാർക്ക് എന്ന് പറഞ്ഞാൽ. ഈ ഒരു 55 മാർക്ക് നിങ്ങൾ എത്രത്തോളം സ്കോർ ചെയ്യുന്നോ അതനുസരിച്ച് നിങ്ങളുടെ സ്കോർ കൂടും. ഇനിയും രണ്ടാമത്തെ ഏരിയ, കാരണം 100% ആക്യുറസി കൊടുക്കേണ്ടതാണ്. ഇവിടെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യനും തെറ്റിക്കാനും പാടില്ല, ഒരു ക്വസ്റ്റ്യനും സ്കിപ്പ് ചെയ്യാനും പാടില്ല. ആ രീതിയിൽ നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യണം. ഇനി രണ്ടാമത് പറഞ്ഞാൽ ജനറൽ അവയർനെസ് എന്ന് പറയുന്നതാണ്. ഇത് 15 മാർക്കിന്റെയാണ്. ഈ 15 മാർക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് മേഖലയിൽ, സിലബസിനകത്തുള്ള ഏത് മേഖലയിൽ നിന്നും ചോദിക്കാം. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിറ്റേജ് കൊടുത്ത് പ്രധാനപ്പെട്ട വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നോക്കി ആ ഏരിയകൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആൻസർ ഡെലിവർ ചെയ്യാൻ ശ്രമിക്കുക. അതിന്റെ ഒരു ബെനിഫിറ്റ് നിങ്ങളുടെ പേപ്പറിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. രണ്ടാമത് സയൻസ് ആണ്. സയൻസിൽ ഈ ജനറൽ അവയർനെസിന്റെ കൂട്ട് തന്നെയാണ് വെയിറ്റേജ് കൂടുതലാണ്, 30 മാർക്കുണ്ട്. അപ്പൊ അത് നമുക്ക് കളയാൻ പറ്റത്തില്ല. അപ്പൊ നന്നായിട്ട് എന്താണോ ബേസ്, അതിൽ കൃത്യമായിട്ട് പറയുന്നത് 10th ലെവൽ എന്നൊക്കെ പറയുന്നുണ്ട് നോട്ടിഫിക്കേഷനിൽ തന്നെ. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ സ്കിപ്പ് ചെയ്യരുത്. ഇത് സെൻട്രൽ ഗവൺമെന്റ് എക്സാം ആയതുകൊണ്ട് തന്നെ NCERT പോലുള്ള ബുക്കുകളും അതിന്റെ നോട്ടുകളും നമ്മൾ കൃത്യമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക. ഇതിനു മുമ്പ് RRB നടത്തിയിട്ടുള്ള പരീക്ഷകളിലെ ചോദ്യങ്ങളുടെ പാറ്റേൺ കൃത്യമായിട്ട് പാലിക്കുക. ഇനി ഇതല്ലാതെ ഏതെങ്കിലുമൊക്കെ സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകളിൽ സയൻസ് വിഷയങ്ങളിൽ ചോദിച്ചിട്ടുള്ള കണ്ടന്റുകൾ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക. ആ ഒരു രീതിയിൽ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഉണ്ടാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ആ ഒരു വേയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് ഈ അവസാനത്തെ 2 ഭാഗങ്ങൾ, അതായത് ജനറൽ അവയർനെസ്സിലും ജനറൽ സയൻസിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അറിയില്ലെങ്കിൽ ഗസ് ചെയ്ത് ബബിൾ ചെയ്യരുത്. അറിയാതെ ഗസ് ചെയ്ത് ബബിൾ ചെയ്താൽ അത് നിങ്ങൾക്ക് നെഗറ്റീവ് ഉണ്ടാക്കും. ഈ നെഗറ്റീവ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാത്തമാറ്റിക്സിലെ ജനറൽ ഇന്റലിജൻസിന്റെയും റീസണിങ്ങിന്റെയും അഡ്വാൻറ്റേജിൽ നിന്നുള്ള മാർക്കിനെ കൂടി അത് കട്ട് ചെയ്ത് കളയും. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗങ്ങൾ മാത്രം ഈ ജനറൽ അവയർനെസ്സിലും ജനറൽ സയൻസിലും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കട്ട് ഓഫ് ഉണ്ട്, നേരത്തെ ഉണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അത് ബേസ് ചെയ്താവരുത് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. വരാൻ പോകുന്ന പരീക്ഷ ചിലപ്പോൾ ഇത് കൂടിയെന്നിരിക്കാം, കുറഞ്ഞുവെന്നിരിക്കാം. ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വേക്കൻസിയും നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയുമാണ്. കുറച്ച് വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ ഭാഗ്യത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മനസ്സിലായല്ലോ? നിങ്ങളുടെ ഭാഗ്യം അതിനകത്തൊരു വലിയ ഘടകമാണ്. അതുകൊണ്ട് നിങ്ങൾ ഭാഗ്യത്തിന് മാർക്കിനെ, കട്ട് ഓഫിനെ ഭാഗ്യത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഏറ്റവും നല്ല മാർഗം. ഇനി മറ്റൊരു കാര്യം പറയാനുള്ള RRB JEE ബന്ധപ്പെട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന കോഴ്സാണ്. ബിഗ് ലേണിംഗിന്റെ RRB JEE ആയിട്ട് ബന്ധപ്പെട്ട് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, സിവിൽ എഞ്ചിനീയറിംഗ് എന്നീ മേഖലകളിലെ കോഴ്സ് വളരെ വിജയകരമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ലൈവ്+ റെക്കോർഡഡ് ക്ലാസ്സുകളാണ് നമ്മൾ പ്രധാനമായിട്ടും നൽകുന്നത്. ശരിക്കും കൃത്യതയോടുകൂടിയുള്ള ഒരു ലൈവ് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ടെസ്റ്റ് മൊഡ്യൂളിന്റെ അടിസ്ഥാനത്തിലാണ് മോക്ക് ടെസ്റ്റുകൾ റൺ ചെയ്തു പോകുന്നത്. ഇനി കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ട്രെയിനിങ് കിട്ടുന്നത് 1-2 മാസത്തേക്കല്ല,
മറിച്ച് എന്നാണോ ഈ പരീക്ഷ നടക്കുന്നത് അതുവരെയും ഈ ഒരു കോഴ്സ് നിങ്ങളെ കവർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതിനായിട്ട് ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് റാങ്ക് ജേതാക്കളായിട്ടുള്ള റാങ്ക് ഹോൾഡേഴ്സ് തന്നെ നിങ്ങളെ മെൻറ്റർ ചെയ്യുന്നുണ്ടായിരിക്കും. അത്രമാത്രമുള്ള ഫെസിലിറ്റീസ് ആണ് നമ്മൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സ്മാർട്ടായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയും ഒരു സ്മാർട്ട് റിസൾട്ട് അക്യൂർ ചെയ്യുന്നതിന് വേണ്ടി ഇപ്പം CBT 1 വളരെ പ്രധാനപ്പെട്ട ഒരു ചലഞ്ചിങ് ഏരിയയാണ്. ഏറ്റവും കൂടുതൽ കോമ്പറ്റീറ്റേഴ്സിനെ ഫേസ് ചെയ്യേണ്ട ഒരു മേഖലയാണ്. അപ്പോൾ അവിടെ നിസ്സാരമായിട്ട് വിജയിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്കപ്പോൾ സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യുക. വരും വർഷങ്ങളിൽ നിങ്ങൾക്കൊരു സർക്കാർ ജോലിയാണ് ഞങ്ങൾ ഓഫർ ചെയ്യുന്നത്. കേന്ദ്ര സർക്കാർ റെയിൽവേയിൽ ഒരു മികച്ച തൊഴിലവസരമാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ ബിഗ് ലേണിംഗിൽ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.